കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള ഹണി ട്രാപ്പ് കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖർ. ശ്രുതി ചന്ദ്രശേഖറിന്റെ കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. കൊല്ലം സ്വദേശിയായ യുവതിയുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ 1.5 ലക്ഷം രൂപയാണ് ശ്രുതി ചന്ദ്രശേഖർ തട്ടിയെടുത്തത്. അതിന്റെ വിവരങ്ങളാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പുറത്തേക്ക് എത്തിക്കുന്നത്. എങ്ങനെയാണ് ശ്രുതിയുടെ ഭാഗത്തുനിന്നുള്ള തട്ടിപ്പുണ്ടായത്? താങ്കളുടെ മകൾക്കാണ് തട്ടിപ്പുണ്ടാകുകയും ചെയ്തത്. എൻ്റെ മകളെ കൊല്ലത്തെ ആശ്രമ മൈതാനത്തിൻ്റെ വടക്കുവശത്തുള്ള കൈലാസ് ഹോസ്റ്റലിൽ കൊല്ലത്ത് IELTS പഠിക്കുന്നതിന് വേണ്ടി ആ വനിതാ ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്ത് മോള് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ മോളുടെ റൂമിൽ തന്നെയാണ് ഈ ശ്രുതി ചന്ദ്രശേഖരൻ അവിടെ ഇരുന്നത്. മോളുമായിട്ട് പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ CA-കാരിയാണെന്നും ഫെഡറൽ ബാങ്കിൻ്റെ മാനേജരാണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്ത് വെച്ചിരിക്കുക, എനിക്ക് സുഖമില്ല എന്നുള്ളതിൻ്റെ കണ്ടീഷൻ എടുത്ത് മോള് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴെല്ലാം ഈ കുട്ടിയായിട്ട് നല്ല അടുപ്പമായിരുന്നു. ആ ഒരു കാലഘട്ട സമയം വന്നപ്പോഴാണ് എൻ്റെ അച്ഛന് എക്സ്പെർട്ടിങ് കമ്പനിയാണ്, ആങ്ങള IAS കോച്ചിങ്ങിന് വേണ്ടി ഡൽഹിയിലാണ്. ഇപ്പോൾ പെട്ടെന്ന് അച്ഛന് കിഡ്നി സംബന്ധമായ ഒരു രോഗമുണ്ട്, അതിനൊരു ഓപ്പറേഷൻ വെന്റിലേറ്ററിലാണ്. ഞാനിപ്പോൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലീവ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ മറിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അച്ഛനെ അവിടുന്ന് ഇറക്കിയിട്ട് ഒരാഴ്ചയ്ക്കകം എൻ്റെ മകളുടെ പൈസ തരാം എന്ന് പറഞ്ഞ കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി ആഹാരം പോലും കഴിക്കാതെ അവിടെ കിടന്ന് കരയുമായിരുന്നു. അച്ഛൻ്റെ ശ്രുതി അച്ഛൻ്റെ ദുഃഖവും പ്രയാസവും ഹോസ്പിറ്റലാണെന്ന് എനിക്ക് അങ്ങോട്ട് പോകാൻ വെക്കുന്നില്ല, ലീവായി, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നിട്ട് അത് കഴിക്കാതെ മോളെ ഇതെല്ലാം ഭക്ഷണം കഴിക്കാതെ അഭിനയിച്ച് കാണിച്ചിട്ട് മോളിൽ നിന്നും മോടെ മനസ്സ് പിടിച്ച് എടുത്തിട്ട് മോടെ മനസ്സരിഞ്ഞ് കാലിൽ കിടന്ന 3.5 പവൻ്റെ പാദസരവും കയ്യിൽ കിടന്ന 1 പവൻ്റെ ചെയിനും 2 ഗ്രാമിൻ്റെ ഓരോ 2 മോതിരമായിട്ട് എൻ്റെ മോളെയും വിളിച്ചുകൊണ്ട് കടപ്പാക്കടയുള്ള മുത്തൂറ്റിൻ്റെ ബ്രാഞ്ചിലും ചിന്നക്കടയുള്ള മുത്തൂറ്റിൻ്റെ മെയിൻ ബ്രാഞ്ചിലും കൊണ്ടുപോയി 1,23,000 സംതിങ് റുപ്പിക്ക് പണയം വെപ്പിച്ചിട്ട് അവൾ മേടിച്ചെടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ ചെന്ന് ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ കുട്ടിയുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, മാറുവാന്ന് പറഞ്ഞു. നീ നേരെ നിൽക്കുന്നില്ല, എൻ്റെ മകളുടെ മാത്രമേ ഫോട്ടോ ബാങ്കിൽ പണയം വെക്കുന്നവർക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് എവള് തന്നെയാണ് അതിനകത്ത് നോമിനിയായിട്ട്, ശ്രുതി ചന്ദ്രശേഖരനാണ് നോമിനിയായിട്ട് നിന്നത്. ഈ പൈസ മേടിച്ചുകൊണ്ട് പോയി എന്തോ ചെയ്തെന്ന് അറിഞ്ഞിട്ട് അവളങ്ങ് എടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് വിളി വരുന്നു, മോടെ കാലയിൽ കിടന്നൊരു പാദസരം കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ വൈഫൂടെ നേരെ ഈ കൈലാസ് വനിതാ ഹോസ്റ്റലിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഈ കുട്ടി ഈ സംഭവങ്ങളെല്ലാം ഇതുള്ളതുകൊണ്ട് എൻ്റെ മനസ്സരിഞ്ഞ് ഞാൻ അവർക്ക് സഹായിച്ചാണ്, ഒരാഴ്ച കഴിഞ്ഞ് എടുത്തു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, ഒരാഴ്ച കഴിഞ്ഞ് തന്നാൽ എന്ന് പറഞ്ഞ് ഞങ്ങളിഞ്ഞ് പോരുകയും ചെയ്തു. ശ്രുതി പൈസ മേടിച്ച് എനിക്ക് എൻ്റെ അത്യാവശ്യത്തിന് എടുത്താന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂടെ പറഞ്ഞ് വിശ്വസിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ പറയും നാളെ തരാം, മറ്റന്നാൾ തരാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ ഓരോ ദിവസവും പറയുന്ന ഡേറ്റിലെല്ലാം ചെല്ലുമായിരുന്നു. ചെല്ലുന്ന ദിവസങ്ങളൊന്നും നമുക്ക് ഈ പൈസ തന്നിട്ടില്ല. ഉടൻ തന്നെ ഞാൻ ഒരു പരാതി കൊല്ലത്ത് വനിതാ ഹോസ്റ്റലിൽ വനിതാ പോലീസ് സ്റ്റേഷൻ, ഈസ്റ്റ് വനിതാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തായിരുന്നു. അപ്പം അവരവിടെ നിന്നുകൊണ്ട് അവരെ വിളിപ്പിച്ചപ്പോൾ അവിടെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് രഞ്ജിത്തായിരുന്നു, അദ്ദേഹമായിട്ടാണ് വന്നത്. അപ്പോൾ എവള് ഫ്രോഡാണെന്നുള്ളൊരു അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം നമ്മൾക്ക് വിളിച്ചുകൊണ്ട് വന്നതാന്നുള്ള രീതിയിൽ എവള് വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് ഞാൻ പറഞ്ഞു, അഡ്വക്കേറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് ഒരു വിഷയമില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് പൈസ ഒരാഴ്ചയ്ക്കകം തരാമെന്ന് പറഞ്ഞ് പൈസ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം ഈ മാഡം എന്തിനാ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നത്, ആൾക്കാരെ പറ്റിക്കുന്നത് എന്തിനാന്നൊക്കെ പറഞ്ഞ് പുഷ്പ സാറ് സ്റ്റേഷനിലെ SI പുഷ്പ സാറ് അവളെ വഴക്കൊക്കെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് പോയിട്ട് പോലീസ് സ്റ്റേഷനിലും ഈ ശ്രുതി പറഞ്ഞ സാധനം ഫെഡറൽ ബാങ്കിന്റെ മാനേജറാണെന്നാണോ? അതെ. എന്നിട്ട് എനിക്ക് SP ആയിട്ട് ബന്ധമുണ്ട്, SP എൻ്റെ റിലേറ്റീവാണ്.
പിന്നെ ഇവരെ വഴക്ക് പറയുമ്പം ഞാൻ എൻ്റെ അങ്കിളിന് ഞാൻ പരാതി കൊടുക്കും. മറ്റേ പറഞ്ഞപ്പോൾ ഈ പോലീസുകാരെല്ലാം അങ്ങ് ഭയന്ന്. കാരണം വലിയ വലിയ മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് ഭയങ്കര ബന്ധങ്ങളും സ്വന്തങ്ങളും പറഞ്ഞ് അവരുടെ പേര് പറയുമ്പോഴത്തേക്കിന് സാധാരണ ഈ പോലീസുകാരെയൊക്കെ അങ്ങ് പുറന്നോട്ടങ്ങ് മാറും. എന്തിനാ ഈ ഏടാകൂടത്തിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ പുഷ്പ സാറ് വഴക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുഷ്പ സാറിനെതിരായിട്ട് പിന്നെ വനിതാ കമ്മീഷന് കാസർഗോഡ് ചെന്ന് ഒരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുഷ്പ സാറിനെ വിളിപ്പിച്ച് രാത്രി ഇവിടുന്ന് അവർ ട്രെയിൻ കയറി രാവിലെ അടച്ചത് വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് ഈ പരാതിക്കാരി വന്നില്ല. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് പിന്നെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അന്വേഷണം വന്നത്. അങ്ങനെ ശ്രുതി കൊടുത്ത പരാതി ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ, നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനാണ് അതിൻ്റെ എൻക്വയറി വന്നത്. അപ്പോൾ ഇതുപോലെ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കെതിരെ ഒരു പരാതിയുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ വൈഫ് കൂടെ അവിടെ ചെന്നപ്പം ഇവരുടെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് ഇവൾ പരാതി കൊടുത്തു. അപ്പം അതിനകത്ത് പുഷ്പസാറിൻ്റെ പേരും ഉണ്ട് അതിനകത്ത്. ഇവരുടെ അന്വേഷണത്തിൽ യാതൊരു കാരണവശാലും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇവൾ പറയുന്നതെല്ലാം ഫേക്കാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ വെച്ച് എനിക്ക് 50 രൂപ അതിന് ഭർത്താവിനെയും കൊണ്ടുവന്നു. മണികണ്ഠൻ എന്ന് പറഞ്ഞ ഭർത്താവിനെയും കൊണ്ടുവന്നു. അയാൾ ദുബായിലൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവിനെയും കൊണ്ടുവന്നു വെച്ചാൽ 50 രൂപ പത്രത്തിൽ എനിക്ക് ഇത്ര നാളിനുള്ളിൽ ഈ പൈസ എടുത്തു തരാമെന്ന് പറഞ്ഞ് ശ്രുതി തന്നെ എഴുതി ഒപ്പിട്ട് ഭർത്താവിൻ്റെ പാസ്പോർട്ട് നമ്പരും എല്ലാം കാണിച്ച് എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോയ ആളാണ്. പിന്നെ ആളിനെ പറ്റി യാതൊരു വിവരമില്ല, ഒന്നുമില്ല. പക്ഷേ ശ്രുതി പിന്നെ ശ്രുതിയുടെ ഹസ്ബൻഡിനെ ഞാൻ ദുബായി വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് 2 പ്രാവശ്യമായിട്ട് ശ്രുതിക്ക് പൈസ ഇട്ടിട്ടുണ്ട് എനിക്ക് തരാനാണെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രുതി പൈസ അയക്കുന്നതായിട്ടുള്ള ബാങ്കിൽ നിന്ന് റെസിപ്റ്റ് അടിച്ച് റിസീവ്ഡ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കോപ്പി പേപ്പർ എനിക്ക് ഇങ്ങോട്ട് വാട്സപ്പിൽ ഇട്ട് തരുകയും ചെയ്തായിരുന്നു. മോക്ക് ഇട്ട് കൊടുക്കുകയും. പിന്നെ ആളിനെ പറ്റി വിളിച്ചാലും അടിച്ചാലും അനക്കമില്ല, യാതൊരു വിവരമില്ല. സംഭവം നടക്കുന്നത് ഏത് വർഷമാണ്? 2021. അതിനുശേഷം പിന്നീട് ശ്രുതി ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ഈ പോലീസ് കേസൊക്കെ വന്നപ്പോഴത്തേക്കൊരു ആൾ കൊല്ലത്തൂതങ്ങ് ചാടി. പിന്നെ യാതൊരു വിവരമില്ല. പിന്നീട് മകളെ ഏതെങ്കിലും തരത്തിൽ വിളിക്കാനോ വല്ലതും ശ്രമിച്ചിരുന്നോ ശ്രുതി? ഇല്ല. അതോടുകൂടി എൻ്റെ മകളുടെ പഠിത്തവും പോയി. മാത്രമല്ല 40,000 രൂപ എൻ്റെ മകളുടെ അക്കൗണ്ടിൽ കിടന്നതിനകത്ത് വെറൈറ്റി ഫുഡുകളും പിന്നെ തുണി അല്ല ക്വാളിറ്റിയുള്ള തുണികളൊക്കെ ഇഷ്ടപ്പെടുന്നതെല്ലാം എൻ്റെ മോൾ ATM കാർഡിൽ നിന്ന് അല്ലെ ഓൺലൈനിൽ നിന്ന് എവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്ത് മേടിക്കുന്നത്. പണമൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല, 1 രൂപയും തിരിച്ചു കിട്ടിയിട്ടില്ല. എനിക്ക് ഇതിൻ്റെ പുറേനെ പോയതിന് പൈസ കുറേ ചിലവായി, അത്രയേ ഉള്ളൂ. ഈ കാസർഗോഡ് നിന്ന് ഈ ഹണി ട്രാപ്പിന്റെ വിവരം വരികയും അതിൽ ശ്രുതി ചന്ദ്രശേഖരനാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മനസ്സിലാകുന്നത് തനിക്കും അമ്മളി പറ്റിയ ആളാണ്. അതെ, ഞാനൊരു രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ 24 ന്യൂസ് സാറിനെ കാണാറുണ്ട്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാസർഗോഡുള്ള ശ്രുതി ചന്ദ്രശേഖരൻ യുവാവിനെ ഹണി ട്രാപ്പിൽ പെടുത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഇത് ആകാംക്ഷയുണ്ടായി. പിന്നെ വളരെ പാടുപെട്ടാണ് പിന്നെ ദൃശ്യങ്ങൾ ഈ ശ്രുതിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ആ ആളെ തന്നെ തിരിച്ചറിയുകയും ചെയ്തു. മാത്രമല്ല ഈ 24-ൻ്റെ പിന്നെ പല നമ്പർ ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ തിരൂരിൽ നിന്ന് പിന്നെ അവിടെയുള്ള ഒരു അരുൺ എന്ന് പറഞ്ഞ ആളിനെ, കാസർഗോഡ് അരുണിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുകയും ഞാൻ പറയും എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഉള്ള വിടരുത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത്. വേറെ ആരെങ്കിലും പറ്റി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ? പോലീസുകാരെ പറ്റിച്ചിട്ടുണ്ട്, കൊല്ലത്തെ പോലീസുകാരെ പറ്റിച്ചിട്ടുണ്ട്. വിവരം എങ്ങനെയാണ് കിട്ടിയത്? അത് പിന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ ആ പടക്കുഴപ്പക്കാരിയാണ്. പിന്നെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പക്ഷെ ആരും പിന്നെ വില്ലിങ് ആകത്തില്ല, പരാതി കൊടുക്കാൻ ആരും തയ്യാറല്ല. തയ്യാറാകത്തില്ല. അവർക്ക് ജോലി പോവും, ഭയം, നാണക്കേട്. അതുകൊണ്ട് പിന്നെ നല്ല ഉദ്യോഗസ്ഥന്മാരെയാണ് ഞങ്ങൾ കൂടുതലും വെട്ടിക്കുകയും തട്ടിക്കുകയും ചെയ്യുന്നത്. ശ്രുതിക്ക് ഉന്നത ബന്ധങ്ങളുണ്ട് എന്ന് ശ്രുതി തന്നെ മകളോട് പറഞ്ഞിട്ടുണ്ടോ? അത് എപ്പോഴെങ്കിലും യാഥാർത്ഥ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉന്നത ബന്ധങ്ങളുണ്ടെന്ന് ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, മോടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ റിവേഴ്സ് അടിക്കുന്നത് ഈ ഉന്നത ബന്ധത്തിലുള്ള ആളായതുകൊണ്ട് അവർക്കും പേടിയാണ് തുടർന്നുള്ള നടപടി എടുക്കാൻ. അങ്ങനെ സംഭവിച്ചത്. അതുപോലെ തന്നെ ഇവള് പിന്നെ കൈലാസ് ഹോസ്റ്റലിൽ കിടന്ന് മാട്രിമോണിയിൽ കിടത്തി പിന്നെ മാട്രിമോണിയിൽ ഇട്ടിട്ട് ഓരോ ചെറുപ്പക്കാർ വന്ന് അഭിനയിച്ച്
അല്ല ഇൻ്റർവ്യൂ ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട്. കാണാൻ പെണ്ണ് കാണാൻ വന്നിട്ട് പറയും പപ്പയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് വേണ്ട. എൻ്റെ അന്വേഷണത്തിൽ ഇവള് കാസർഗോട്ടുള്ള ആണെന്നും 2 ആൺകുട്ടികളുടെ അമ്മയാണെന്നും അച്ഛൻ പിന്നെ എക്സ്പോർട്ടിങ് കമ്പനിയല്ല, ഒരു തയ്യക്കാരനാണെന്നും ആങ്ങള IAS കോച്ചിങ് അല്ല, പിന്നെ ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുന്ന പയ്യനാണെന്നും ഞാനീ ശ്രുതിയുടെ ആങ്ങളെയൊക്കെ ഞാൻ ബന്ധപ്പെട്ട പറഞ്ഞു എനിക്കറിയത്തില്ല, അത് നിങ്ങൾ തന്നെ മേടിച്ചോളാം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കേസുമായിട്ട് ഇനി പോകാനാണോ തീരുമാനം? കേസുമായിട്ട് ഇപ്പോൾ എല്ലാവരും കേസിൽ പോകുന്നില്ലേ, എന്നാൽ പിന്നെ നമ്മളും കേസിൽ പോകാം. എന്തായാലും ഇനി ആരെയും പറ്റിക്കരുത്. ഒരു മനുഷ്യനെയും അറിഞ്ഞ് പിന്നെ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കിയിട്ട് അവനിൽ നിന്നുള്ള സമ്പത്ത് പിടിച്ചു മേടിച്ച് പോകരുത്. അതിന് മേലിൽ സംഭവിക്കരുത് ആർക്കും, എനിക്കെന്നല്ല ആർക്കും. ഇത് എന്ത് ചെയ്യാനാ? എന്നിട്ട് പറഞ്ഞ് എനിക്കൊരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് വിവാഹം എന്തായാലും ഉറപ്പിച്ച് ഇരിക്കുവാണെന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കുക. ശ്രുതിയുടെ ഭർത്താവിനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ട്? അത് പറഞ്ഞാലാണ് എനിക്കെതിരെ പരാതി കൊടുത്തത്. ശ്രുതിയുടെ ഭർത്താവിൻ്റെ ഞാൻ പറഞ്ഞു ഇന്നവരൊക്കെ സംഭവങ്ങളാണ്, ഇന്ന ആൾക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ട്, ഒരു പോലീസുകാരനുമായിട്ട് ബന്ധമുണ്ട്, അവരുടെ നിന്ന് ഇയാൾ ഇരട്ടി പൈസ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഈ അഡ്വക്കേറ്റുമായിട്ട് നല്ല അടുപ്പമാണ് എന്നൊക്കെ പറഞ്ഞതിനാണ് മുഖ്യമന്ത്രിക്ക് എൻ്റെ പേരിൽ ഓൺലൈന് ഇവള് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. അത് പോലീസിന് അത് വ്യക്തമായ ബോധ്യമായി. ഇതാണ് സംഭവം. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്. ശ്രുതിയുടെ ഫോട്ടോ ഉണ്ട്, കാണിക്കട്ടെ എന്നത്. ഇത് ഇന്നലെ കൊടുത്താണ് SP-ക്കും. അതെ പിന്നീട് ശ്രുതിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ശ്രുതി ഒപ്പിട്ടെന്നാണ് ഈ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് ചെയ്യണം. ഇത് ഇവിടെ പിന്നെ ഈ കോസ്റ്റൽ നീണ്ടാര അവരെ ചൊറിഞ്ഞ് ഒപ്പിടിച്ചതെന്ന കോസ്റ്റൽ പോലീസ് പോയതില്ല. അന്നിരുന്ന ഒരു ഷെരീഫ് എന്ന് പറഞ്ഞ സാറായിരുന്നു. അപ്പം അദ്ദേഹം പ്രൊമോഷനായി പോയി. അദ്ദേഹം പോയതിന് ശേഷം അമ്പലപ്പുഴയുള്ളൊരു സാറാണ് പിന്നെ അവിടെ ട്രാൻസ്ഫറായി വന്നത്. അദ്ദേഹം ഷെരീഫ് സാറിനെക്കാട്ടി നല്ലോണം വേറിട്ടുന്ന കക്ഷിയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പത്രത്തിനകത്തൊക്കെ ഒപ്പിട്ട് തന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇതിനിടയ്ക്ക് അവൾ പൈസ കിട്ടുമെന്നും പറഞ്ഞ് എൻ്റെ മോളുടെ പേരെ കണ്ടില്ലേ, എനിക്ക് അവിടെ പൈസ കിട്ടുമെന്നും പറഞ്ഞ് പിന്നെ മോക്ക് പൈസ കിട്ടുമെന്നും പറഞ്ഞ് മോക്ക് ഇതിൽ കോപ്പി എടുത്ത് കാണിക്കും. പിന്നെ വേണ്ട ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് അറിയുന്നത്. ഈ സീല് പൈസ ഇടാതെ ഇതെങ്ങനെ സീല് കിട്ടി? ഇപ്പോൾ ഇവർക്ക് നല്ല ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ UDBI ബാങ്ക് ഇതെങ്ങനെ കിട്ടിയത് 21/3/2024 നമുക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഇതൊക്കെ അയച്ചു തരുന്നത്. പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇത് ബാങ്കിൽ നിന്ന് ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഈ സീല്. അതിനെപ്പറ്റി അന്വേഷണം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം കമ്മീഷണർക്ക് അടക്കം പരാതി കൊടുത്തു. ഇന്നലെ ഞാൻ കൊല്ലം SP-ക്കും പിന്നെ കാസർഗോഡ് SP-ക്കും ഓൺലൈനിൽ ഞാൻ പരാതി കൊടുത്തു. പരാതി എൻ്റെ ആരും വിളിച്ചിട്ടൊന്നുമില്ല.